മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി. ജനപക്ഷം 2025. 654 പുരുഷ വോട്ടർമാരും 770 സ്ത്രീ വോട്ടർമാരുമടക്കം 1424 വോട്ടർമാരുള്ള 12ാം വാർഡായ ഗാന്ധിഗ്രാം നോർത്ത് വാർഡ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. വടക്ക് ആസാദ് റോഡ്, കൊട്ടിലങ്ങപ്പാടം റോഡ് ആരംഭിക്കുന്നത് മുതൽ മുരിയാട് പഞ്ചായത്ത് അതിർത്തി ധാന്യപുര വഴി പെരുന്തോട് വരെയും, കിഴക്ക് പെരുന്തോട് പാടശേഖരത്തിലൂടെ ആശാരിമൂല വഴി തുറവൻകാട് വേലത്തിക്കുളം റോഡ് വഴി വേലത്തിക്കുളം കലുങ്ക് വരെയും, തെക്ക് വേലത്തിക്കുളം കലുങ്ക് മുതൽ വേലത്തിക്കുളം റോഡിൽ നിന്നും തുറവൻകാട് റോട്ടിൽ കയറി ഗാന്ധിഗ്രാം റോഡിൽ കോതക്കുളം ലൈൻ വരെയും, പടിഞ്ഞാറ് ഗാന്ധിഗ്രാം റോഡിൽ കോതക്കുളം ലൈൻ മുതൽ കൊല്ലാട്ടിമുത്തി ക്ഷേത്രം വരെയും, കൊല്ലിങ്ങപ്പാടം വഴി ആസാദ് റോഡിൽ ചേർന്നതുവരെയുമാണ് അതിർത്തി. NDA സ്ഥാനാർത്ഥിയായി നിഷ, UDF സ്ഥാനാർത്ഥിയായി പ്രേമ പാറയിൽ, LDF സ്ഥാനാർത്ഥിയായി സ്നേഹ ഫിൻഡോ എന്നിവരുമാണ് ജനവിധി തേടുന്നത്. പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12ാം വാർഡിൽ ഒരു വികസനം ഇതുവരെ നടന്നിട്ടില്ല. അത് തവണ നടത്തണം എന്നൊരു ആഗ്രഹമുണ്ട്. എല്ലാ കാര്യങ്ങളും ഓരോ വ്യക്തികളുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വികസനത്തെ കുറിച്ചിട്ട് എല്ലാതും കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇന്ന് വരെ ഒരു കാര്യം അവിടെ ചെയ്തിട്ടില്ല. ഒരു വികസനങ്ങളോ ഒന്നും, ഒരു റോഡിൻ്റെ ഇത് ശരിയാക്കാനോ ഒന്നും ഒരു ഇതും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊണ്ടുവരിക 5 വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ ചെയ്ത് ഇതാക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ഈ റോഡിൻ്റെ ശോചനീയമായ അവസ്ഥയെക്കുറിച്ചും ഈ റോഡിലെ വല്ല ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിനും അതുപോലെ തന്നെ അറിവുശാല മറ്റ് പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നതിനും എല്ലാ വികസനത്തിനും കുടിവെള്ള പ്രശ്നമാണ്. ഈ ഗാന്ധിഗ്രാം മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് പോയപ്പോൾ അറിയാൻ പറ്റിയ കാര്യം കുടിവെള്ള പ്രശ്നമാണ്. പിന്നെ റോഡുകളുടെ കാര്യം, പിന്നെ സ്ട്രീറ്റ് ലൈറ്റ്, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളാണ് ഇവരൊക്കെ പറഞ്ഞത്. ആ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും മുന്നിൽ വെക്കുന്നതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം വലിയ കാര്യമായിട്ടുള്ള വികസനങ്ങളൊന്നും നടന്നിട്ടില്ല. ഇപ്പോഴും റോഡും കാര്യങ്ങളൊക്കെയും പഴയ പോലെ തന്നെ കിടക്കുകയാണ്, കുണ്ടും കുഴിയായിട്ടാണ് കിടക്കുന്നത്. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണം. അതിനുവേണ്ടി ഞങ്ങൾക്കൊരു അവസരം ഇപ്പോൾ നൽകണം എല്ലാവരും. അതിനിപ്പോൾ നിങ്ങളുടെ കൂടെ എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പം ഉണ്ടാവുമെന്നാണ് ഉറപ്പ് തരുന്നത്. ഫസ്റ്റ് ഈ വാർഡിൽ കുടിവെള്ള പ്രശ്നമാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരം കാണണം. ഏറ്റവും ബുദ്ധിമുട്ട് അവർ അതാണ് പറഞ്ഞത്. 10 ദിവസമൊക്കെ എത്തിയിട്ടാണ് വെള്ളം കിട്ടണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരമാണ് ആദ്യമായിട്ട് കാണാൻ തോന്നുന്നത്. നമ്മുടെ വാർഡിൽ ഇപ്രാവശ്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പറയണത് അവർക്ക് വെള്ളമില്ല, പിന്നെ പട്ടികളുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്, പിന്നെ ലൈറ്റ്, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വെള്ളത്തിൻ്റെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം പറയുന്നത്. വെള്ളമാണ് എല്ലാവരും ഫസ്റ്റ് പറഞ്ഞേക്കണത്. വെള്ളത്തിൻ്റെ ഇതായിട്ട് ഏറ്റവും ഫസ്റ്റ് അത് കൊടുക്കും. പിന്നെ റോഡ് പറഞ്ഞിട്ടുണ്ട്. റോഡിന് വേണ്ടിയിട്ട് മലിനീകരണമല്ല, പട്ടികളുടെ ശല്യമാണ് പിന്നെയും പറഞ്ഞേക്കണേ. ഏറ്റവും അധികം പട്ടികളും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യണം, പട്ടികളുടെ കാര്യം. വേറെ